Hello everyone, ഇന്ന് നമ്മൾ റവ ഹൽവ അല്ലെങ്കിൽ റവ കേസരി സൂജി ഹൽവ എന്നൊക്കെ പറയാം. അത് വളരെ എളുപ്പത്തിൽ എത്ര ഈസി ആയിട്ട് 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് മേശയിൽ എത്തിക്കാൻ പറ്റും. അതിനകത്ത് 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നൊക്കെ നോക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയമാണ്. അവരൊക്കെ എപ്പോഴും റെഗുലറായിട്ട് അവിടെ ഫെസ്റ്റിവൽസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഡെസേർട്ടാണിത്. അപ്പം വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. റവ ഹൽവ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു കടായിലെടുത്ത് ചൂടാക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ബദാം, പിസ്ത, റേസിൻസ് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇത് കണ്ടോ, ഈ കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു 10-20 തന്നെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2-3 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഹൽവയിൽ ഇതൊക്കെ എന്തിനാണ് ഇടുന്നത് എന്ന് ആലോചിക്കും, എന്നാൽ അത് വളരെ നല്ല ടേസ്റ്റ് കൊടുക്കും. ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ 1 കപ്പ് റവയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് റവ, അതിൻ്റെ കൂടെ ഒരു 4 ഏലക്ക പൊടിച്ചത് നമുക്ക് ചേർക്കണം. ഏലക്ക നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച് വയ്ക്കാം. നമ്മൾ ഈ 1 കപ്പ് റവ ഇട്ടത് നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് നമുക്ക് 3 ടൈംസ് 3 ഇരട്ടി തിളപ്പിച്ച വെള്ളം ചേർക്കണം. നമ്മളിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന അളവ് ഏതാണോ, 1 ഗ്ലാസ് ആണ് 1 ഗ്ലാസ്, 3 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കണം. ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളർ, ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ടുണ്ട്, ജലേബി കളറ്. അതിന് പകരം കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് ആർട്ടിഫിഷ്യൽ കളറൊന്നും യൂസ് ചെയ്യാതെ ആ പ്ലെയിൻ വൈറ്റ് നിറത്തിൽ നമുക്ക് വെക്കാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ 1 കപ്പ് റവയാണെങ്കിൽ 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉരുകി കഴിയുമ്പം നമുക്കതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക അത് ചേർത്ത് ഇളക്കാം. എല്ലാം കൂടെ മിക്സായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വന്നു കഴിയുമ്പം നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് വരെ ചേർക്കാം. നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തിരുന്നേ. അപ്പം ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഹൽവ ഇതിൻ്റെ കടായിയുടെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു വരുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ കേസരി, റവ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്കത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മോൾഡിനകത്ത് ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുപ്പിക്കാം. ഫ്രീസറിൽ വെച്ച് തണുപ്പിക്കുകയോ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന പോലെ അത് ഹാർഡായിട്ട് കിട്ടുന്നതാണ്. വളരെ രസകരമായ ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ കുരുമുളക് ഇട്ടാൽ എങ്ങനെയുള്ള ടേസ്റ്റ് ആയിരിക്കും, അത് പൊട്ടിച്ചൊന്നും ഇടരുത് കേട്ടോ, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇടേണ്ടത്. എങ്ങനെയുള്ള ടേസ്റ്റ് ആയിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ റവ ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കിടിലൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, ടെക്സ്ചറായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഡെസേർട്ടാണ്. മധുരമൊക്കെ നല്ല കണക്കായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഉടൻ തന്നെ വേറെ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. May God bless you all with love, Merin teacher.